ഓക്കെ ഗേസ്, അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന വണ്ടിയില്ലേ, ഈ വണ്ടി ഏതാന്ന് കുറേ പേർക്ക് മനസ്സിലായിണ്ടാവും ട്ടാ. യെസ്, ഇത് നമ്മുടെ സുപ്ര MK5 ഞാൻ മുന്നേ സുപ്ര MK4 വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് സുപ്ര MK5 വെച്ചിട്ട് ചെയ്യാം. ഈ വണ്ടിയില്ലേ ഫുള്ളി മോഡിഫൈഡാ. ഇതിൻ്റെ പെയിൻറ്റും കൂടി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഒരു റെഡ് ബ്ലാക്ക് കളറിലാണ് കോമ്പിനേഷൻ. സംഭവം കാണാനായിട്ട് നൈസായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൗണ്ടാണ്, ഈ കാറിൻ്റെ സൗണ്ടില്ലേ, അതൊരു രക്ഷയില്ല ഏട്ടാ. ഇത് പിന്നെ ഫുള്ളി മോഡിഫൈഡ് അല്ലേ, അതുകൊണ്ട് ഇതേപോലെ പടക്കം പൊട്ടുണ്ട്. ഇത് കാണാനായിട്ട് നല്ല രസമുണ്ട്. എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഈ കാറും കൊണ്ട് ഏതെങ്കിലും ഒരു റേസിൽ കയറാം. നമുക്ക് എന്തായാലും ഒരു റേസിൽ കയറണം, എന്നിട്ട് ഫസ്റ്റ് അടിക്കും വേണം. ഈ കാറ് പിന്നെ ഓടിക്കാൻ നല്ല രസമുണ്ട്. ഇത് പിന്നെ കൺട്രോൾ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ല, നമുക്ക് സുഖമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ മുന്നേ MK4 ഓടിച്ചില്ലേ, അത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ഒന്ന് വളച്ച് കഴിഞ്ഞാൽ നേരെ അപ്പുറത്തെ പറമ്പിലേ പോവുക. ഈ കാറിന് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല, കൺട്രോൾ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് റേസിൽ കയറിനേക്കാളും മുമ്പേ നമുക്ക് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡില്ലേ അതും കൂടി നോക്കി നോക്കാം. ഈ വണ്ടി ഇപ്പോൾ ഏകദേശം 400-ൻ്റെ മേലെ പോവും, കാരണം ഇത് ഫുള്ളി മോഡിഫൈഡാ. ഇതിപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനിലായിരുന്നെങ്കിൽ ഒരു 250 അത്ര സ്പീഡിൽ പോയേനെ. സ്റ്റോക്ക് വണ്ടിയായാലും 250 വരെ പോകട്ടാ, അത് വേറെ കാര്യം. ഇത് പിന്നെ ഫുള്ളി മോഡിഫൈഡാ, 400-ൻ്റെ മേലെ പോകേണ്ടതാണ്. എന്തുട്ടായാലും നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഹൈവേയിൽ എത്തിയേക്കാണ്. ഇവിടെ പിന്നെ ഒരു വളവുണ്ട്, ഈ വളവ് കഴിഞ്ഞ് നമുക്ക് സ്പീഡിൽ പോവാം. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നമുക്ക് പടച്ചു വിടാം. ഇപ്പം തന്നെ 350 കടന്നുട്ടാ. വണ്ടിക്ക് പിന്നെ അത്യാവശ്യം നല്ല പിക്കപ്പ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. 390 കടന്നു. ഇപ്പോൾ 400 കടന്നുട്ടാ. ഇതൊക്കെ സുഖമായിട്ട് 400 കിടക്കും. അത് കഴിഞ്ഞ് എത്ര സ്പീഡിലാണ് പോവാന്ന് നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ 407 കാണിക്കുന്നുണ്ട്. 410 കടന്നു. പോട്ടെ പോട്ടെ പോട്ടെ, കയറിപ്പോട്ടെ കയറിപ്പോട്ടെ. എനിക്ക് തോന്നണതേ ഈ വണ്ടി 420 കിടക്കുന്ന. ഇത് 420 കടന്നു. 422, 423, 4. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് അപ്പോൾ 424. അതിൻ്റെ മേലെ പോണില്ല. ഇത് പിന്നെ വലിയൊരു ഹൈവേയാ, പോരാത്തിന് അധികം വണ്ടികളും ഇല്ല, അതുകൊണ്ട് നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട്. വണ്ടി ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ, അതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അവിടെ പിന്നെ ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു, ക്യാമറയിൽ നമ്മുടെ സ്പീഡൊക്കെ പതിഞ്ഞു. നമുക്ക് പിന്നെ ഈ ഗെയിമിലെ ഫൈനൊന്നും കിട്ടില്ല, പകരം പൈസ ഇങ്ങോട്ടാണ് കിട്ടുക. അതിപ്പോൾ ഏതായാലും കൊള്ളാം. ഒരു മിനിറ്റ്, നമുക്കിനി വണ്ടി നിർത്താം. ഇവിടെ ഇപ്പോൾ ഹൈവേ കഴിഞ്ഞേക്കാണ്. ഞാൻ പിന്നെ നേരത്തെ ഒരു റേസ് കണ്ടു, ഹൈവേയിൽ തന്നെ ഒരു റേസൊക്കെ നടക്കുന്നുണ്ട്. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഈ കാർ വെച്ചിട്ട് എന്തായാലും റേസ് ജയിക്കാൻ പറ്റും, കാരണം ഇത് സുപ്രയാണ്, സുപ്ര. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്താണ് റേസൊക്കെ നടക്കണേ. ഇത് പിന്നെ ഒരു സ്ട്രീറ്റ് റേസാ, നമുക്കപ്പോൾ ഇതിലങ്ങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. Meanwhile, ലെറ്റ്സ് ഗോ. ഇവിടെ അങ്ങനെ റേസൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇതെന്തത്, ഒരാൾ വാനും കൊണ്ട് വന്നേക്ക. ആ വാൻ പക്ഷേ ഫുള്ളി മോഡിഫൈഡാ, അതുകൊണ്ട് റേസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ആവട്ടെ. ഇവിടെ പിന്നെ രാത്രി ആയതുകൊണ്ട് വണ്ടി ഓടിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഈ റേസ് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ പിന്നെ മുമ്പിൽ ഇഷ്ടം പോലെ കാറുണ്ട്, നമുക്ക് എല്ലാവരും ഓവർടേക്ക് ചെയ്യാം. നമ്മളിപ്പോൾ 7ാമത്തെ പൊസിഷനിലാണ് നിൽക്കണേ. നമുക്ക് പിന്നെ ഫസ്റ്റ് അടിക്കണം. നമ്മൾ മിക്ക കളിയിലും ഫസ്റ്റ് അടിക്കാറുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കിട്ടിയാലും കുഴപ്പമില്ല. അഥവാ നമുക്ക് 4th കിട്ടിയ അന്നേരം നമ്മൾ കളിയിൽ ഔട്ടാവും. നമുക്കപ്പോൾ തേർഡെങ്കിലും അടിക്കണം. തേർഡ് എന്തിനാ, നമുക്ക് ഫസ്റ്റ് തന്നെ അടിക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ 4ാമത്തെ പൊസിഷനിലാണ് നിൽക്കണേ. നമുക്ക് ബാക്കി 3 കൂടി ഓവർടേക്ക് ചെയ്യാം. ആ ലംബോർഗിനിനെ ഓവർടേക്ക് ചെയ്തേക്കാണ്. ഇനി ഈ 2 പേരും കൂടി മാത്രമേ ബാക്കിയുള്ളൂ, അവരും കൂടി അങ്ങനെ നൈസായിട്ട് ഓവർടേക്ക് ചെയ്യാം. അവർ പക്ഷേ നല്ല സ്പീഡിൽ പോവുണ്ട് കേട്ടാ. ഇവിടെ പിന്നെ റോഡൊക്കെ ഇല്ലേ, റോഡ് ഭയങ്കര ചെറുതാ, പോരാത്തിന് ഇഷ്ടം പോലെ വളവും തിരിവുണ്ട്. ഇവിടെ വലിയൊരു വളവുണ്ടായിരുന്നു, കുറച്ചുകൂടി വലിയ റോഡ് ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നമുക്ക് സുഖമായിട്ട് ഈ റേസിൽ ജയിക്കാൻ പറ്റിയേനെ.
ഇതിപ്പോൾ നമുക്ക് കുറച്ചുകൂടി ചലഞ്ചിങ് ആവാ. ആ അതിപ്പോൾ സീനില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ പൊസിഷനിൽ എത്തിയേക്കാണ്. ഇനി ഒരാളും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അവനെയും കൂടി നമുക്കങ്ങ് ഓവർടേക്ക് ചെയ്യാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ അവനെ ഓവർടേക്ക് ചെയ്തേക്കാണ്. മുമ്പിൽ പിന്നെ വലിയ ഒരു വളവ് വരുന്നുണ്ട്. അതെനിക്ക് മാപ്പിൽ കാണാൻ പറ്റും. നമുക്കപ്പോൾ പതുക്കെ ഇങ്ങനെ വളച്ചെടുക്കാം. ബാക്കിയുള്ളവരെ എൻ്റെ തൊട്ട് പിന്നാലെയുണ്ട്. അവരിപ്പോൾ ഏത് സമയത്തും എന്നെ ഓവർടേക്ക് ചെയ്യും. അതിപ്പോൾ ഞാൻ ഏതായാലും സമ്മതിക്കില്ല. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പടച്ചു വിടാം. നമ്മുടെ കയ്യിൽ പിന്നെ സൂപ്രയുണ്ട്. സൂപ്ര ഉള്ളപ്പോൾ എന്തിനാ ടെൻഷൻ? നമുക്ക് എല്ലാവരും ഇങ്ങ് തോൽപ്പിച്ച് കളയാം. ഇവിടെയും ഒരു വലിയ വളവുണ്ട്. എങ്ങോട്ടാ ചേട്ടാ കയറി വരണേ? ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ വളവും തിരിവുണ്ട്. അതൊന്നും നമുക്കത്ര വിഷയമല്ല. വളവൊക്കെ നമുക്ക് സുഖമായിട്ട് വളച്ചെടുക്കാം. പോട്ടെ പോട്ടെ പോട്ടെ, കയറി പോട്ടെ. ഈ റേസ് ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. അല്ലെങ്കിലും ഈ റേസ് നമ്മൾ തന്നെ ജയിക്കുക. അതിലിപ്പോൾ യാതൊരു സംശയവുമില്ല. ഇവിടെ ഇപ്പോൾ 90% റേസ് കംപ്ലീറ്റ് ആയിട്ടാ മേലെ എഴുതി കാണിക്കുന്നുണ്ട് 94% പ്രോഗ്രസ് എന്ന്. എനിക്ക് പിന്നെ അവിടെ ഫിനിഷ് ലൈന് കാണാനുണ്ട്. ഒരു ഡ്രിഫ്റ്റ് അങ്ങ് അടിക്കാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഫൈനലി ഈ റേസ് കംപ്ലീറ്റ് ചെയ്തേക്കാം. നമ്മൾ ഈ റേസിൽ ഫസ്റ്റ് അടിക്കും ചെയ്തു. ഓക്കെ, ഇവിടെ അങ്ങനെ നമ്മൾ ഒരു റേസൊക്കെ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ റേസിൽ കയറിയപ്പോഴേ രാത്രിയായിരുന്നു. ഇപ്പത് പകലായി. അതെന്താണോ? ഞാൻ പിന്നെ നേരത്തെ ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ കാണിച്ചു തരാൻ മറന്നുപോയി. ഇതേപോലെ ഉണ്ടാവും ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ. എന്നിട്ടായാലും കുഴപ്പമില്ല കേട്ടാ, നൈസ് ഇൻറ്റീരിയറാ. ആ ടച്ച് സ്ക്രീൻ കണ്ടില്ലേ? അത് കണ്ടിട്ട് ഏകദേശം BMW പോലെ തോന്നുന്നുണ്ട്. അതെന്താണാവോ? എന്തുട്ടായാലും ഈ ക്യാമറ ആംഗിളിലെ കാർ ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട്. ശരിക്കും റിയൽ ലൈഫിൽ ഓടിക്കുന്ന പോലെയുണ്ട്. എൻ്റെ കയ്യിൽ പക്ഷേ ആ സ്റ്റിയറിംഗ് വീലില്ലേ? കുറച്ച് പേര് സ്റ്റിയറിംഗ് വീല് വെച്ച് വണ്ടി ഓടിക്കും. ആ സംഭവം എൻ്റെ കയ്യിലില്ല. ഞാനിപ്പോഴും കീബോർഡ്, മൗസ് അല്ലെങ്കിൽ ഇടയ്ക്ക് മറ്റേ കൺട്രോളർ ഉണ്ടാവില്ലേ, അതിലും കൂടി ഓടിക്കും. എനിക്ക് സ്റ്റിയറിംഗ് വീല് വെച്ചിട്ട് വണ്ടി ഓടിക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പം അത് മേടിക്കാനുള്ള ബഡ്ജറ്റ് ഇല്ല. നമുക്കത് പിന്നെ എപ്പോഴെങ്കിലും നോക്കാം. അതെ, ഒരു കാര്യം വിട്ടുപോയി. നമുക്കില്ലേ ഈ കാറിൻ്റെ ജംപ് ടെസ്റ്റ് ചെയ്യണം. ഞാൻ മുന്നേ MK4 വെച്ചിട്ട് ജംപ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാറ് അന്നേരം പാസ്സായിട്ടുണ്ടായിരുന്നു കേട്ടാ. സൂപ്ര MK4ൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അത് പക്ഷെ നൈസ് കാറായിരുന്നു കേട്ടാ. അതിൻ്റെ സൗണ്ട് വേറെ ലെവലാ. അതിപ്പോൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ആവട്ടെ, ഈ കാറിപ്പോൾ ജംപ് ടെസ്റ്റിൽ പാസ്സാവോ ഫെയിലാവോന്ന് അത് നമുക്ക് നോക്കി നോക്കാം കേട്ടാ. ഇവിടെ ഇപ്പം നമ്മൾ എയർപോർട്ടിൽ എത്തിയേക്കാം. ഇതാണ് ഫോർസ ഹൊറൈസൺ 5ൻ്റെ എയർപോർട്ട്. ഇത് പിന്നെ ഒരു പഴയ എയർപോർട്ടാ. ഇവിടെ ഇപ്പോൾ പ്ലെയിനൊന്നും ലാൻഡ് ചെയ്യില്ല. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ പ്ലെയിൻ ഉണ്ട്. അതൊക്കെ അവിടെ പൂപ്പിൽ പിടിച്ച് കിടക്കുക. ഇങ്ങോട്ടേക്ക് ആരും വരാറില്ല. നമ്മൾ പക്ഷേ ഇവിടെ ഡ്രാഗ് റേസൊക്കെ കളിക്കും. അതുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ കാറിൻ്റെ ജംപ് ടെസ്റ്റ് ചെയ്യാം. 3, 2, 1 ലെറ്റ്സ് ഗോ. ഈ കാറപ്പോൾ ജംപ് ടെസ്റ്റിൽ പാസ്സാവോ ഫെയിലാവോ എന്ന് നോക്കി നോക്കാം. MK4 പാസ്സായിട്ടുണ്ടായിരുന്നു. MK5 അപ്പോൾ പാസ്സാവേണ്ടതാ. ഈ കാർ പിന്നെ ഫുള്ളി മോഡിഫൈഡാ. ഇതിൻ്റെ അപ്പുറം മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ഇതപ്പോൾ പാസ്സാവേണ്ടതാണ്. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ 390 കടന്നു. 400 ടച്ച് ചെയ്തില്ലേട്ടാ. ഓ, ഈ കാറ് പുഴ കടന്നില്ല, വെള്ളത്തിൽ വീണേ. ഈ കാറിപ്പോൾ ജംപ് ടെസ്റ്റിൽ ഫെയിലായി. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ കാറ് പാസ്സാവുന്ന, പക്ഷെ ഫെയിലായിപ്പോയി. അതിപ്പോൾ സീനില്ല. എന്തൊക്കെ പറഞ്ഞാലും ഈ കാറ് നൈസാ, ഒരു രക്ഷയില്ല. ദ അൾട്ടിമേറ്റ് ബീസ്റ്റ്. ഇവിടെ പിന്നെ നമുക്ക് വീൽ സ്പിനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറക്കി വെക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് 1,00,000 ക്രെഡിറ്റ്സ് കിട്ടി. പിന്നെ ഒരു കാറും ഷെവർലെറ്റ് ക്യാമറ. അത് നൈസ് കാറാ. നമുക്ക് ഒന്നുകൂടെ സ്പിൻ ചെയ്യാം. ഇപ്രാവശ്യം നമുക്ക് എന്താ കിട്ടുക? തീട്ടം. നമുക്ക് ഒന്നുകൂടെ നോക്കി നോക്കാം. ഒരു നല്ല കാറ് കിട്ടിയാൽ മതിയായിരുന്നു. നമുക്കൊരു കാറ് കിട്ടി. ജീപ്പ് ഗ്ലാഡിയേറ്റർ. അതും നൈസ് കാറാ. ഇനി ഒരു സ്പിന്നും കൂടി ബാക്കിയുണ്ട്.
ഇപ്രാവശ്യം എന്താ കിട്ടുക? 1,00,000 ക്രെഡിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. മേലെ ഒരു കാർ ഉണ്ടായിരുന്നു, ഒരു ഓറഞ്ച് കളർ കാറ്. സംഭവം നൈസ് കാറായിരുന്നു, പക്ഷെ അത് മിസ്സായി. അതിപ്പോൾ സീനില്ല, പിന്നെ എപ്പോഴെങ്കിലും നോക്കാം. ഓക്കെ ഗേസ്, അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.